എടാ എനിക്കൊരു ബിരിയാണി ഉണ്ടാക്കി താടാ. ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴത്തേക്ക് നീ എനിക്ക് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി തന്നില്ലേ? മറ്റേ എല്ലാ തലശ്ശേരി ബിരിയാണി ഉണ്ടല്ലോ നിന്റെ സ്പെഷ്യല്, ഉണ്ടാക്കി തരും. ഭാര്യ പറഞ്ഞല്ലേ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാം. തക്കാളി, സവാള, പിന്നെ മസാല പിടിക്കാനുള്ള സാധനങ്ങൾ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബിരിയാണി മേക്കിംഗ്. അതിനുശേഷം നമ്മൾ മസാലയ്ക്കായിട്ട് എടുത്ത പെരിഞ്ചീരകവും തക്കോലവും കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും കുറച്ച് കുരുമുളകും എല്ലാം കൂടി ഒന്ന് മൂപ്പിക്കാം. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. നമ്മൾ 2.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. 1 കിലോ ചിക്കൻ ഉണ്ടതുകൊണ്ട് 2.5 ഗ്ലാസ് അരി എടുക്കാം. അതായിരിക്കും ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് പ്രീതിയുടെ റൈസ് കുക്കറാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ബാക്കി അതിന് വേണ്ട മസാല ഉപ്പും എല്ലാം ചേർക്കും. റൈസ് കുക്കർ ഓണാക്കി കുക്ക് മോഡിലേക്ക് ഇട്ടു. ഇനി അത് അവിടെ ഇരുന്ന് വെന്തോളും. ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് വീട്ടിലെ അവസ്ഥ. പിന്നെ വിശപ്പായിരിക്കും. ഇനിയിപ്പോൾ എണ്ണ ചൂടാക്കാം. അരിഞ്ഞ സവാള നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഇനി സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് സവാള വറുത്ത് കോരി മാറ്റി വെക്കുക. ഇനിയും തക്കാളി അരിഞ്ഞതും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയതും കൂടി തയ്യാറാക്കാം. ഇതെല്ലാം നമുക്ക് ഒരു എണ്ണയില്ലാത്തൊരു ദം ബോട്ടിലിട്ട് ചെറിയ തീയിൽ വേവിക്കാൻ വെക്കാം. വെന്ത് ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇനി വെന്ത ആ മസാലയിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത്തിരി വലിയ പീസാണ്. ചിക്കൻ ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മല്ലിയില നല്ലൊരു ഫ്ലേവർ നൽകും. ആ മല്ലിയില അതിലേക്ക് മുറിച്ചിട്ടിരിക്കുന്നത് ആഡ് ചെയ്യാം. കൈ കൊണ്ട് വെറുതെ പിച്ചിട്ടാൽ മതി. അതിനുശേഷം ഒരു നാരങ്ങയുടെ കുരു ഒക്കെ കളഞ്ഞിട്ട് ഒരു നാരങ്ങയുടെ നീര് അത് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. അത് ഒരു പുളിരസം കൂടെ വരുമ്പോഴത്തേക്ക് ചിക്കൻ പെട്ടെന്ന് വേവും. പിന്നെ ഒരു ഫ്ലേവർ വരും, നല്ലൊരു ഫ്ലേവർ വരും ആ ഒരു ഇതിൽ. നമ്മളിതിൽ വേറെ മുളകൊന്നും, പച്ചമുളകല്ലാതെ വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതാണ് ഈ ബിരിയാണിയുടെ ഏറ്റവും വലിയ വിജയം. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള ചേർത്തതിന് ശേഷം അതൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് അപ്പോഴേക്ക് അതിലേക്ക് നമ്മൾ ആ പൊടിച്ചു വെച്ചിരുന്ന മസാലക്കൂട്ടൂടെ ചേർത്ത് കൊടുക്കും. കുക്ക് മാറി വാമായി കഴിഞ്ഞാൽ നമുക്ക് ദമ്മ് തുറക്കുമ്പം നമുക്കത് വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അത് വെന്തോന്ന്. നല്ല വേവ് എത്തിയിരിക്കും. കറക്റ്റ് പരുവമായിരിക്കും. കുക്കറിന് അങ്ങ് ഒരു ഗുണമുണ്ട്. അതിനുശേഷം ചിക്കൻ ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം. അന്നേരത്തേക്ക് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ചോറ് കുഴഞ്ഞു പോകും. ഇനി നമ്മുടെ ദോശക്കല്ലെടുത്ത് അത് ചെറിയ ഫ്ലെയിമിൽ സ്റ്റൗ ഓണാക്കിയിട്ട് നമ്മളുടെ ദം പോട്ട് ആ ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ നമ്മളുടെ വെന്ത ചോറ് അതിലേക്ക് ഈ ദം പോട്ടിലേക്ക് ഇട്ട് ഇനി നമ്മൾ ദം ചെയ്യുന്ന പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ചോറ് ഉടച്ചിടണം. കട്ടി കൂടി ഇരിക്കരുത്. ചോറ് അതിലേക്ക് ഉടച്ചിട്ടാൽ മതി. അതിനുശേഷം അതിനകത്ത് ബാക്കി ഗാർണിഷിങ് ഇനി ബാക്കി എല്ലാം വെച്ച് നമ്മൾ ഗാർണിഷ് ചെയ്താൽ മതി. അത് ഗാർണിഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആളെത്തി. വീണ്ടും ബിരിയാണി ആയോ എന്ന് ചോദിക്കാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടി ആളെത്തിയിട്ടുണ്ട്. ബിരിയാണി ആയോ? ശരിയാക്കാം. ഇതാണ് ബിരിയാണിയുടെ ഔട്ട്പുട്ട്. എൻ്റെ വൈഫിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ സ്ഥിരമായി, ആദ്യത്തെ കോവിഡ് ടൈമായിരുന്നു, അന്നേരം വെളിയിൽ നിന്നൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് ഞാൻ സ്ഥിരമായി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. രണ്ടാമത്തെ ആളെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ട് ക്യാമറ നോക്കി പറ. സൂപ്പറാണോ? താങ്ക് യു.